എടാ ഇജ്ജ് മഗ്‌രിബ് നിസ്കരിച്ചാ? ഇല്ല നീ അപ്പൊ നിസ്കരിക്കാച്ചിട്ടാ ഇപ്പൊ അത് കള ആവൂലേ? ഇല്ല ഇപ്പൊ കഥ വിട്ടാ കളാവ് വീട്ട് ഒറ്റ അടിച്ചല്ലോ. നിസ്കരിക്കാൻ നേരല്ല കളാവ് വീട്ടുന്ന പരിപാടി. ആ ഫോൺ എടുത്ത് പോയി നിസ്കരിക്കാൻ നോക്കടാ. കളിയൊന്ന് കഴിയട്ടെ. അവന്റെ കളി കഴിയുമ്പത്തിനും നിഹാതെ വേറെ നോമ്പറ്റ മാത്രം പോരട്ടാ. നിസ്കരിക്കാതെ നിസ്കരിക്കും വേണം. ചെല്ലട പോയി നീച്ചിട്ട് ചെയ്യാൻ നോക്ക്. ചെയ്യാം. എടാ ഇപ്പൊ തന്നെ നേരം വൈകിയടാ. പോയിട്ട് ഉള്ളോടത്ത് നിസ്കരിക്കാൻ നോക്ക് നിഹാദെ. പറഞ്ഞത് അനുസരിക്ക് നിഹാദെ. 15 മിനിറ്റ് 15 മിനിറ്റ് ആവുമ്പത്തിന് കള ആവൂടാ. എടാ ഇജ്ജ് നോമ്പ് നോക്കണുണ്ടാ? അതിനൊരു കാര്യം വേണ്ട എനിക്ക്. എന്റെ പൊന്നുപോയ നോമ്പ് നോക്കണേ പിന്നെ എന്തിനാ നിസ്കരിക്കണേ? റബ്ബേ പറച്ചിലൊക്കെ കേട്ടാ. എടാ പൊട്ടോ നോമ്പ് വെച്ച് നിസ്കരിക്കണ്ടേ? നോമ്പ് നോക്കണില്ലേ? നോമ്പ് വെച്ചാൽ മാത്രം മതിയോ? എടാ പൊട്ടം നിസ്കാരം ഫർളല്ലേ? നോമ്പ് നോക്കണ്ടേ? നോമ്പ് നോറ്റെന്ന് വെച്ചിട്ട് എടാ കൊല്ലത്തില് 30 നോമ്പല്ലേ റബ്ബ് കണ്ടുള്ളൂ. നിസ്കാരം എല്ലാ ദിവസവും 5 വക്തില്ലേ? അത് ഫർളല്ലേ? ഈ നോമ്പ് നമുക്ക് പിന്നെയും മുദ്ദ് കൊടുക്കേ പിന്നെയും വീട്ടിൽ തീർക്കുകയും ചെയ്യാം. നിസ്കാരം അങ്ങനെയാണോ? നിസ്കാരം ഇങ്ങനെ ഇടങ്ങ് ചെയ്യാൻ പറ്റുമോ? എന്നോടല്ലേ ഈ പറഞ്ഞത്. നീച്ച് പോയി നിസ്കരിക്കാൻ നോക്ക്. നിഹാദെ ഈ നോമ്പ് നോച്ചിട്ടില്ലെങ്കിലേ അനക്ക് മാത്രല്ല എന്റെ ചീത്തപ്പേര്. എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും ഉണ്ട്. എന്റെ ഉപ്പ എന്റെ ചീത്തപ്പേര് കേൾക്കാൻ നിക്കണം. എന്തേ ഓ നല്ലപോലെ എന്റെ മകനെ വളർത്തില്ലെന്ന നാട്ടുകാർ ചോദിക്കുക. എന്റെ ഓളുണ്ടായിരുന്നില്ല കുടിയില് ആ കുട്ടിനെ നിസ്കാരം പഠിപ്പിക്കാനും ആ കുട്ടിനെ നോമ്പ് ഒപ്പിക്കാൻ പറയിക്കാനും. ഇതാണ് നാളെ ചോദ്യം വരിക. പോയിട്ട് ഉള്ളോടത്ത് നിസ്കരിക്കാൻ നോക്ക്. ഒന്നും കൂടെ തന്നുണ്ടെങ്കിണ്ടല്ലോ അതിപ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ തല്ലി നിസ്കരിപ്പിക്കണമെന്നാണ് റസൂല് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കൊണ്ട് തല്ലി മേടിപ്പിക്കും. ഓൻ്റെ ഒരു ഫോണും ഗെയിമും. അല്ലാ